ശ്രീ സതീഷ് ഗോപി. മാത്രമല്ല, ഈ തോട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയാനാവാത്തത് എന്തുകൊണ്ടാണ് അത് കോർപ്പറേഷൻ വിചാരിച്ചാൽ നടക്കില്ലേ? നേരത്തെ ഡോക്ടർ ജയരാജ് പറഞ്ഞു ഹെവി ഫൈൻ അടിക്കണം. ഹെവി ഫൈൻ മാത്രമല്ല, ഇത്തരത്തിലുള്ള നിയമങ്ങൾ ലംഘിക്കുന്നവരെ അകത്തിടണം, ശിക്ഷ വരണം. എന്തുകൊണ്ടാണ് അത്തരം റൂൾസ് അത് സ്ട്രെങ്തൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്ക് നിയമങ്ങളുണ്ട്, പക്ഷേ ആ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. എല്ലാ കാര്യങ്ങൾക്കും നിയമമുണ്ട്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഏജൻസി നിയമം നടപ്പിലാവുന്നുണ്ടോ എന്നുകൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥരാണ്. ഇവിടെ ശ്രീ അനിൽ നമ്പ്യാർ എന്നോട് ചോദിച്ചു, ഈ വെള്ളം കണ്ടോ, ഈ വെള്ളത്തിൽ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന്. ഞാൻ ഹൈഡ്രോഗ്രാഫിക് സർവേയറായിരുന്നു. അപ്പോൾ ആക്കുളം ലേക്ക്, ആ സമയത്ത് ആക്കുളം ലേക്ക് സർവേ ചെയ്യാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് വന്നു. അപ്പോൾ ആക്കുളം ലേക്ക് സർവേ ചെയ്യണം, അതൊരു ഡ്രഡ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു രസകരമായ കാര്യമെന്ന് പറയുന്നത്, ഈ ആമയിഴഞ്ചാൻ തോടുകളെല്ലാം പോയി ചേരുന്നത് ആക്കുളം ലേക്കിലാണ്. മഹാരാജാവിൻ്റെ കാലത്ത് നാച്ചുറലായിട്ട് ഇവിടുത്തെ മഴവെള്ളവും ബാക്കിയുള്ള ഈ വേസ്റ്റ് വെള്ളവും എല്ലാം ചെന്ന് ചേരേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കിയതാണ് ഈ ആമയിഴഞ്ചാൻ തോടുകളെല്ലാം. അത് ആക്കുളത്ത് പോയി ചേരുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ആക്കുളത്ത് പോയി ചേരുന്നു, അവിടെ നിന്ന് വേളിക്കായൽ വഴി നമ്മുടെ സമുദ്രത്തിലേക്ക് ഡിസ്ചാർജ് പോകുന്നു. 1943 ഒരു ചിത്രമുണ്ട് ആക്കുളം ലേക്കിൻ്റെ. ആ ചിത്രം എടുത്ത് പരിശോധിച്ചാൽ അന്ന് എത്ര ഏരിയ ഉണ്ടായിരുന്നോ അതിൻ്റെ ഏകദേശം 70-75% കയ്യേറ്റം നടന്ന് ആക്കുളം ലേക്ക് ചെറുതായിരിക്കുന്നു. ഇത് 2017 പരിശോധിച്ചതാണ്. 2017 പരിശോധിച്ച ആ ചിത്രവും അത് കഴിഞ്ഞിട്ട് സാറ്റലൈറ്റ് ചിത്രമാണ്, അത് കഴിഞ്ഞിട്ട് 2023 പരിശോധിച്ച ചിത്രവും തമ്മിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും 17% കയ്യേറ്റം നടന്നിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ വെള്ളമെല്ലാം, മഴവെള്ളമെല്ലാം പോയി ചേർന്ന് ആക്കുളം ലേക്കിൽ പോയി ചേർന്ന് ആക്കുളം ലേക്കും അതിൻ്റെ അടുത്തുള്ള മാർഷി ലാൻഡ്സിലുമെല്ലാം ഈ വെള്ളം കയറി നികന്ന് പതുക്കെ ഗ്രൗണ്ടിലോട്ട് താരും. അത്രയും വെള്ളം ഉൾക്കൊള്ളാനുള്ള ഏരിയ ഉണ്ടായിരുന്നു ഈ ആക്കുളം ലേക്കിനും അതിന് ചുറ്റുമുള്ള മാർഷി ലാൻഡിനുമൊക്കെ. ഇപ്പോൾ മാർഷി ലാൻഡ് ഒന്നുമില്ല, അവിടെ ചതുപ്പ് നിലങ്ങളൊന്നുമില്ല. ഈ ചതുപ്പ് നിലങ്ങളെല്ലാം തിരുവനന്തപുരത്ത് മഴ പെയ്താൽ എത്ര മഴയാണെങ്കിലും ആ വെള്ളം ഉൾക്കൊള്ളാൻ കഴിവുള്ളതായിരുന്നു. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് 1980 വരെ എന്ന് ഞാൻ പറഞ്ഞത് ഫ്ലഡ് വലുതായിട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല. ഒരേ ഒരു ഫ്ലഡ് മാത്രമേ അഫക്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് 1978 ഏകദേശം 22-23 സെൻറ്റിമീറ്റർ ഒരു ദിവസം മഴ പെയ്ത സമയത്ത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അത്ര ശക്തമായിട്ട് മഴ പെയ്തപ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടായി, കിള്ളിയാർ കരകവിഞ്ഞു. അത് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഉള്ളൂർ തോടും പട്ടം തോടും കരകവിഞ്ഞു. ഈ ആക്കുളം ലേക്കിനെ റിജ്യൂവനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിജ്യൂവനേഷൻ ഓഫ് ആക്കുളം ലേക്ക് എന്നും പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി. ആ പ്രോജക്റ്റിൽ നമ്മുടെ ബേർട്ടൺ ഹില്ലിലെ ഒരു സുജ ടീച്ചറുണ്ട്, അവർ പ്രൊഫസർ, അവരുടെ നേതൃത്വത്തിലും കൂടെയാണ് ഈ പ്രോജക്റ്റ് തയ്യാറാക്കിയത്. ആ പ്രോജക്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഈ ഓരോ തോടിൻ്റെ ഉത്ഭവസ്ഥാനം തൊട്ട് ഇത് വന്ന് കണ്ണമ്മൂലയിൽ ചേരുന്ന സ്ഥലം, സംഗമിക്കുന്നത് കണ്ണമ്മൂലയിലാണ്, ത്രിവേണി സംഗമം പോലെ. ഉള്ളൂർ തോട്, പട്ടം തോട്, കുന്നുകുഴിത്തോട്, ചെറിയൊരു തോടാണ് കുന്നുകുഴിത്തോട്, പിന്നെ വരുന്നത് പിന്നീട് നമ്മുടെ ഈ പിന്നീട് പഴവങ്ങാടിത്തോട്. ഇതെല്ലാം കൂടെ കണ്ണമ്മൂലയ്ക്ക് തൊട്ട് മുമ്പ്, പാലത്തിന് തൊട്ട് മുമ്പ് സംഗമിച്ച് ഇത് ഒറ്റ തോടായിട്ട് ഒഴുകിയാണ് ഇത് ആക്കുളം ലേക്കിൽ പോയി ചേരുന്നത്. അന്ന് ഞങ്ങളിത് പരിശോധിച്ചപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൊഫൈൽ എടുക്കാൻ പറഞ്ഞു. ഭാഗ്യത്തിനൊരു ഓഫീസിൽ ചെന്നപ്പോൾ ഒറിജിനൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഈ തോടിൻ്റെ എത്ര ഡെപ്തുണ്ട്, അടിത്തട്ട് വരെയുള്ള ഡിസ്റ്റൻസ് എത്ര, അടിത്തട്ടിൻ്റെ വീതി എത്ര എന്ന് പറഞ്ഞ് ഈ തോടിൻ്റെ ഒറിജിനൽ പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആദ്യകാലത്തുണ്ടായിരുന്നത്. അതുമായിട്ട് ഇന്ന് നോക്കുകയാണെങ്കിൽ 10 അടിയിൽ കൂടുതലാണ് ഇന്ന് അതിൽ ചെളിയടിഞ്ഞു കിടക്കുന്നത്. അതായത് 10 അടിയിൽ കൂടുതൽ നികന്നു കഴിഞ്ഞു, 3 മീറ്ററിൽ കൂടുതൽ നികന്നു കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും ഞങ്ങൾ നോക്കി, എല്ലാ സ്ഥലത്തും നികന്നു കഴിഞ്ഞു. ആ നികന്നതിൻ്റെ ഫലമാണ് 2023 നവംബറിലും ഒക്ടോബറിലും നവംബറിലും ഈ സ്ഥലം മുഴുവൻ പ്രളയത്തിൽ മുങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 കോടി രൂപ ജനത്തിന് നഷ്ടം വന്നത്. ഇത് കൃത്യമായിട്ട് ഈ ചെളി കോരിയെടുത്തിരുന്നുവെങ്കിൽ ഇവർക്ക് ഈ ദുരിതം ഉണ്ടാകുകയില്ലായിരുന്നു. അന്ന് ഞാനിത് ക്ലിയറായിട്ട് പറഞ്ഞു, ഇതിങ്ങനെയാണ്, ഇതിൻ്റെ ഒറിജിനൽ പ്രൊഫൈൽ ഇത്രയാണ്. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഈ ഇറിഗേഷനിലെ ഉദ്യോഗസ്ഥർ വാദിച്ചു, സാർ അത്രയും ഡെപ്തിൽ
കുഴിക്കുകയാണെങ്കിൽ 10 അടി ഡെപ്തിൽ കുഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കര ഇടിഞ്ഞു വീഴും. ഞാൻ പറഞ്ഞു പണ്ട് ഈ തോടിൻ്റെ 2 സൈഡും കരിങ്കൽ ഭിത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് അത് ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് 10 അടി പൊക്കത്തിൽ ഇപ്പോൾ ചെളി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോരിയിരുന്നാൽ പഴയ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും, കെട്ട് കാണാൻ സാധിക്കും. അവരൊരു തരത്തിലും വകവെച്ച് തരില്ല. ഇത് പോവും, ഇടിഞ്ഞു പോവും. ആ രീതിയിലാണ്. അവർക്കിപ്പോഴും ഇതിൽ കോൺക്രീറ്റ് ലൈനിങ് ചെയ്യണം. ഇപ്പോഴും കോൺക്രീറ്റ് ലൈനിങ് വേണം, നല്ലത് തന്നെയാണ്. ഒരിക്കലും ഞാനതിന് പിന്നീട് മാറ്റി നിർത്താൻ പറയില്ല, അത് വേണ്ടാന്ന് പറയില്ല. പക്ഷേ കോൺക്രീറ്റ് ലൈനിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ കോൺക്രീറ്റ് ലൈനിങ് കൊടുത്തപ്പോൾ ഇപ്പോൾ തോട് വീണ്ടും ഇടുങ്ങി. ഈ തോടിനുള്ളിലാണ് കോൺക്രീറ്റ് ലൈനിങ് കൊടുക്കുന്നത്. കോൺക്രീറ്റ് അതായത് വീണ്ടും ഒരു അരയടി വീതിയിൽ പിന്നീട് കോൺക്രീറ്റ് വാള് കെട്ടി ഉയർത്തുകയാണ്. അങ്ങനെ കെട്ടി ഉയർത്തുമ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയുകയാണ്. ക്രോസ് സെക്ഷണൽ ഏരിയ കുറയുമ്പോൾ ഇതിനകത്തൂടെ പോകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയും. അത് മാത്രമോ, ഇത് 3ഉം വന്ന് ചേരുന്ന സ്ഥലത്ത് 1.25 സെൻറ്റ് അനധികൃത കയ്യേറ്റമുണ്ട്. അതായത് തോടിന് 20 മീറ്റർ വീതിയുണ്ട്. 3 തോടുകൾക്കും ഏകദേശം 20 അടി വീതിയുണ്ട്. ആ 20 അടി വീതിയിൽ വന്ന് 6 മീറ്റർ വീതിയിൽ വന്ന് ചേരുന്ന സ്ഥലത്ത് അവിടെ തോടിന് പകുതി വീതിയേ ഉള്ളൂ. 20 അടി വീതിയില്ല, 10 അടിയിൽ താഴെ വീതിയേ ഉള്ളൂ. അപ്പോൾ 20 അടി വീതിയിൽ വരുന്ന 3 തോടുകൾ വന്ന് ചേരുന്ന സ്ഥലത്ത് അനധികൃത കയ്യേറ്റം കൊണ്ട് 10 അടിയിൽ താഴെ വീതി വരുമ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോകുമ്പോൾ സാധാരണ അരിയാഹാരം കഴിച്ച് കഴിയുന്ന എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കാത്ത സാധാരണ ലേമാൻ പറയും, സാറേ അവിടെ വെള്ളം അതൊരു കുപ്പിക്കഴുത്താണ്, അവിടെ വെള്ളം തടഞ്ഞു നിൽക്കും, ഇത് ഓവർഫ്ലോ ചെയ്യും, ഇവിടെ മുഴുവൻ ഫ്ലഡഡ് ആവും. ഈ കാര്യം നമ്മൾ ബന്ധപ്പെട്ട പിന്നീട് രാഷ്ട്രീയ നേതൃത്വത്തെ അറിയിച്ചപ്പോൾ കിട്ടിയ റിപ്ലൈ എന്തെന്നറിയാമോ? ഇവരെയെല്ലാം ബുൾഡോസർ കയറ്റി കൊല്ലാൻ പറ്റുമോ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം കിട്ടുന്ന ഉത്തരം. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഇത് കാരണം ഈ വെള്ളപ്പൊക്കം ഉണ്ടായി, ഇവിടെ മുഴുവൻ ഫ്ലഡഡായി, ഈ ആൾക്കാർക്ക് ഈ സങ്കടം വരുന്നതാണ്, അതിനാണോ മുൻഗണന? അതോ ഈ കയ്യേറ്റം ഒഴിപ്പിച്ച് അവരെ ബുൾഡോസർ കയറ്റി കൊല്ലാനൊന്നും പറയുന്നില്ല. ആ കയ്യേറ്റം ഒഴിപ്പിച്ച് അവിടെ പഴയ രീതിയിൽ പിന്നീട് തോട് കൊണ്ടുവന്നതിന് ശേഷം ഇവരെ പുനരധിവസിപ്പിക്കണം. അത് ഗവൺമെൻറ് വിചാരിച്ചാൽ സാധിക്കും. ഇവരെ പുനരധിവസിപ്പിച്ച് അവിടെ പഴയ രീതിയിലാക്കണം. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് വെച്ച് തന്നെ വീണ്ടും അവിടെ പിന്നീട് കോൺക്രീറ്റ് വാൾ കെട്ടി. അപ്പോൾ വീണ്ടും വീതി കുറഞ്ഞു. ഞങ്ങൾ അതായത് ഗൗരീശപട്ടം നിവാസികൾ, കണ്ണമ്മൂല നിവാസികളൊക്കെ ഇനിയും വളരെ കൂടുതൽ കഷ്ടം വെള്ളപ്പൊക്കത്തിൽ നിന്നും അനുഭവിക്കാൻ കിടക്കുന്നു. അല്ല സാർ, ഇത് ഒരു പ്ലാനിങ് ഇല്ല അല്ലേ? പ്രോപ്പർ പ്ലാനിങ് ഇല്ല. തീർച്ചയായിട്ടും. മാത്രമല്ല ഈ ഒരു ഭാഗത്ത് മിസ്മാനേജ്മെന്റ് അല്ലേ? അതെ. കിട്ടുന്ന പണം എങ്ങനെ ചെലവഴിക്കണം എന്നറിയില്ല, പ്രൊഡക്റ്റീവായിട്ട് ചെലവഴിക്കാൻ അറിയില്ല. മാത്രമല്ല ഈ കിട്ടുന്ന പണത്തിൽ വലിയൊരു വിഹിതം അടിച്ചു മാറ്റുന്നു. തീർച്ചയായും അല്ലേ? അതല്ലേ നടക്കുന്നത്? അത് അവസാനിക്കണം. മാത്രമല്ല ഇതിനൊരു മോണിറ്ററിംഗ് വേണം. നേരത്തെ ഡോക്ടർ ജയരാജ് പറഞ്ഞ പോലെ അതിന് ഫോളോ അപ്പും വേണം. ഡോക്ടർ ജയരാജ്, ഈ ആമയിഴഞ്ചാൻ തോട് ഒരു ഈജിയൻ തൊഴുത്തായിട്ട് ഇങ്ങനെ അവശേഷിക്കുന്നതാണോ കരുതേണ്ടത്? അതായത് കോടികൾ ചെലവഴിച്ചിട്ടുണ്ട്, പക്ഷേ മാറ്റമൊന്നും വരുത്താൻ സാധിച്ചിട്ടില്ല. നോക്കൂ, നമ്മുടെ ലോകത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഇതുപോലുള്ള തോടുകളുണ്ട്, കനാലുകളുണ്ട്, ജലാശയങ്ങളുണ്ട്. അതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് സംരക്ഷിക്കുന്നതെന്ന് താങ്കൾ ഒരു പക്ഷേ ഈ സഞ്ചാരത്തിനിടയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? എത്ര മനോഹരമായി നമ്മുടെ തിരുവനന്തപുരം നഗരത്തെ മാറ്റാം. പക്ഷെ അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം വേണം, ഭരണ നേതൃത്വം വേണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരാതെ ഇനിയെങ്കിലും, ഇപ്പോൾ ജോയ് തിരിച്ചു വരുമോയെന്നൊന്നും അറിയില്ല, ഇനിയെങ്കിലും ഈ പശ്ചാത്തലത്തിലെങ്കിലും ഒരു പുനർവിചിന്തനം നടത്തേണ്ടതല്ലേ? അങ്ങനെ നടത്തും എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ നോക്കൂ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ അല്ലേ? മാലിന്യങ്ങൾ വീണ്ടും കൊണ്ടുപോയി തള്ളും. ഈ ആമയിഴഞ്ചാൻ തോടിലും അതുപോലെ പാർവതി പുത്തനാറിലും എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചെയ്യുന്നവരെ, നിയമം കയ്യിലെടുക്കുന്നവരെ, നിയമം ലംഘിക്കുന്നവരെ പിടിച്ചു കെട്ടാനുള്ള ആർജവമെങ്കിലും നമ്മുടെ ഭരണാധികാരികൾ കാണിക്കേണ്ടതല്ലേ? ഇറ്റ് ഇസ് ഹൈ ടൈം അല്ലേ? ഇതൊരു ഐ ഓപ്പണറായി മാറുമെന്ന പ്രത്യാശയിൽ തന്നെയാണ് ഞാൻ ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടേണ്ടിയിരിക്കുന്നു. വേണ്ടേ ഡോക്ടർ ജയരാജ്? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കണക്കോലെ അപ്പുറത്തെ സൈഡ് റോസി ഒന്നും അല്ല. നമ്മളിപ്പോ ഹംഗറി പോയി കഴിഞ്ഞാൽ അവിടുത്തെ പല തോടുകളിലും ഈ പറഞ്ഞ കണക്കോലെ നദികളിലും ഒക്കെ കാല് നനയ്ക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അന്നേരം ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥിതിയുണ്ട്.
അത്രയ്ക്ക് ടോക്സിൻസ് ആണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ല. പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും വെള്ളം കയറുന്നതും ഇന്ത്യൻ പല നഗരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എല്ലാം ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. പെട്ടെന്നുണ്ടാകുന്ന മഴകൾ, ഈ കൂമ്പാര മേഘങ്ങൾ, അതിനെ തുടർന്ന് ഈ അടുത്ത സമയത്താണല്ലോ ഇത്രയധികം ഫ്ലഡുകൾ വന്നത്. കാലാവസ്ഥാ വ്യതിയാനം, ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് വേറൊരു ചർച്ച നടത്താം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത്രയധികം വെള്ളം ഒഴിച്ചു വരുന്നുണ്ട്. എത്ര വലിയ ഈ പറഞ്ഞതുപോലെ നമ്മൾ തോടുകൾ ഉണ്ടാക്കി വെച്ചാലും ഇതിന് ഒരു ഇത് വേണം, റിയാക്ഷൻ ടൈം വേണ്ടേ? റണ്ണിങ് ടൈം, ഇത്രയും വെള്ളം കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് റിയാക്ഷൻ ടൈം കിട്ടാതെ ഉള്ള സമയത്ത് ഇത് കരകവിഞ്ഞൊഴുകും. അതിന്റെ കൂടി പ്ലാസ്റ്റിക് കൂടെ ആകുമ്പോഴത്തേക്കും പിന്നെ ഇരട്ടിയാവും ഇതിന്റെ ഒരു പ്രശ്നം. കുറെയൊക്കെ ഒതുക്കാൻ പറ്റും ഈ പ്ലാസ്റ്റിക് കെട്ടി. പരിഹാരം കണ്ടെത്തണ്ടേ? ഞാൻ പറയുന്നത് ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ, മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ, പ്രത്യേകിച്ച് ഈ ഹോട്ടലുകളിലുള്ള ഒക്കെ മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ്. മാത്രമല്ല ഇപ്പൊ എത്രയോ കോടികൾ കൊടുത്ത് ക്യാമറകൾ, വലിയ വലിയ ക്യാമറകളൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. ഈ പരിസരങ്ങളിലൊക്കെ വെക്കട്ടെ. നേരത്തെ ക്യാമറകൾ സ്ഥാപിച്ചതിൻ്റെ അവസ്ഥയാണ് ഞാൻ പരാമർശിച്ചത്. ക്യാമറകളൊക്കെ വെക്കട്ടെ, പിടിക്കട്ടെ, ഇവർക്ക് ഫൈൻ അടിക്കട്ടെ, അല്ലെങ്കിൽ പിടിച്ച് അകത്തിടട്ടെ, അതെങ്കിലും ചെയ്യും. ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ജഗതി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക്, പൂജപ്പുരയിലോട്ട് പോകുന്ന വഴിക്ക് 2 സൈഡിലും മറ്റേ നെറ്റ് കെട്ടിയിട്ടുണ്ടല്ലോ. ആ നെറ്റ് വളരെ ഉയരത്തിലാണ് കെട്ടിയിരിക്കുന്നത്. അത് IIT മദ്രാസിന്റെ പ്രോജക്റ്റ് ആണ്. അത്രയും പൊക്കത്തിനകത്തൂടെ എന്തായാലും അതിന് തോട്ടിലോട്ട് എടുത്ത് എറിയാൻ പറ്റില്ല, സൈഡിലൂടെ എറിയാൻ പറ്റില്ല. ആ രീതിയിലാണ് ആ സൈഡിൽ 2 ഗ്രില്ല് വെച്ചിരിക്കുന്നത്. അതുപോലെയുള്ള ഗ്രില്ലുകൾ ചെറിയ ചെറിയ പാലങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഈ ഇറച്ചി മാലിന്യങ്ങൾ, മറ്റു സാധനങ്ങളൊക്കെ വൻതോതിൽ ചിക്കന്റെ വേസ്റ്റൊക്കെ കൊണ്ട് തള്ളുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതുമെല്ലാം പ്ലാസ്റ്റിക്കിനകത്ത് കെട്ടിയിട്ടാണ് കൊണ്ടുവന്ന് ഇടുന്നത്. അതുണ്ടാവുന്ന അല്ല, അതിന് ചുറ്റും വൈദ്യുത കമ്പികൾ സ്ഥാപിച്ചാലും കുഴപ്പമില്ല. തെറ്റ് ചെയ്യുന്നവ അടിച്ചു പോട്ടെ. അല്ല, സീരിയസ്ലി. കാരണം ഡോക്ടർ ജയരാജ്, നമ്മൾ ഇത് ചിരിച്ചു തള്ളേണ്ടതല്ല. ഇറ്റ്സ് ഹൈ ടൈം. ജോയി ബലിയാടായി. സംഭവം ശരി തന്നെയാണ്. പക്ഷെ എന്നാലും ഈ കൊണ്ടുവരാനായിട്ട് കൊടുക്കുന്നത് ഇതുപോലൊരു ജോയിയുടെ കയ്യിലായിരിക്കും. ഈ വേസ്റ്റ് കൊണ്ട് കളയാനായിട്ട് വൻ മുതലാളിമാർ കൊടുത്തുവിടുന്നത് ഏതെങ്കിലും ഒരു പാവം തൊഴിലാളികളുടെ കയ്യിലായിരിക്കും. ആ തൊഴിലാളി ഷോക്കേറ്റുമായിരിക്കും. അവനറിയുന്നില്ലല്ലോ ചെയ്യുന്ന വലിയ ക്രൈം ആണെന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം വയലേഷൻസ് ചെയ്യുന്നവരുടെ സോഴ്സ് കണ്ടെത്തിയതിനു ശേഷം അവർക്ക് നിർബന്ധിത സാമൂഹ്യ സേവനം പ്ലസ് ഹെവി ടാക്സ്, ഹെവി ഫൈൻ, ഇത് രണ്ടും കൂടെ നടപ്പിലാക്കണം. അതുപോലെ തന്നെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. പിന്നെ പത്രമാധ്യമങ്ങളെല്ലാം ഇവരുടെയൊക്കെ ഫോട്ടോ അടക്കം പത്രത്തിൽ എഴുതണം. ഇന്ന ആളിനെ മാലിന്യം വഴി തള്ളിയതിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ഇടക്കതുണ്ടായിരുന്നു. പത്രങ്ങൾ അങ്ങനെ വന്നതാണ്. മാലിന്യം വലിച്ചെറിഞ്ഞതിന് ഫോട്ടോ അടക്കം വന്നതാണ്. നല്ല കാര്യം, അറിയട്ടെ. സാമൂഹ്യ ദ്രോഹികളാണ് ഇവർ. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറെ ആളുകളെങ്കിലും ഭയപ്പെടും. ഈ പറഞ്ഞതുപോലെ നമ്മൾ ക്യാമറ മോണിറ്ററിങ്ങിനേക്കാളും ക്യാമറ ചിലപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇതിനകത്ത് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യില്ല. അത് നമ്മൾ പല ക്യാമറ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ശ്രീരാം വെങ്കട്ടരാമൻ ഒരാളെ ഇടിച്ചു വന്നപ്പം ആ ക്യാമറ വർക്ക് ചെയ്തില്ല, കൃത്യമായിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള അതുപോലെയുള്ള പല പല സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, ഇതിനൊക്കെ ഏത് ക്യാമറ വെച്ച് കഴിഞ്ഞാലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചില ഉദ്യോഗസ്ഥരുണ്ടാവുമല്ലോ, നടപടിയെടുക്കണം. അല്ലാതെ ഏതെങ്കിലും ട്രേഡ് യൂണിയനിൽപ്പെട്ടവർ അവിടെ കൊടി വെക്കുമ്പോൾ പിറകോട്ട് പോകരുത്. കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവണം. അത് CPM കാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും BJP കാരനാണെങ്കിലും തെറ്റാരാണ് ചെയ്യുന്നത് അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം. ആ ആർജവമാണ് ഭരണകൂടത്തിന് വേണ്ടത്. അത് തന്നെയാണ് വേണ്ടുന്നതും. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഈ ദുർവിധികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനിയെങ്കിലും കേരളത്തിൽ ഉണ്ടാവാതിരിക്കത്തുള്ളൂ. കാര്യം ഇതൊരു ശരിക്കും ഇതൊരു ഐ ഓപ്പണറാണ്. ഇതിലെങ്കിലും കണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇതെങ്കിലും കണ്ട് പഠിച്ചില്ലെങ്കിൽ മനുഷ്യൻ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. യെസ്, വളരെയധികം നന്ദി. ശ്രീ മധുസൂദനൻ നായർ, ഈ നരക ജീവിതത്തിന് സമീപ ഭാവിയിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോഴത്തെ ആവേശമാണ് കേട്ടോ. മേയർ അവിടെയുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, എല്ലാവരും വളരെ സജീവമായിട്ടുണ്ട്. DYFI പ്രവർത്തകരുണ്ട് ഒരു ഭാഗത്ത്. ഈ ആവേശം ഇപ്പോൾ അവിടെ ഇറങ്ങി നിന്ന് ഈ കാര്യങ്ങളൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിലും ആ ആവേശം കാണിച്ചു കഴിഞ്ഞാൽ വലിയൊരളവോളം ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഒരാഴ്ച 2 ആഴ്ച വീണ്ടും പഴയതുപോലെ അതിനൊരു മാറ്റം വരുത്തേണ്ടതല്ലേ? ഏത് രീതിയിലാണ് ഇനിയിപ്പോൾ ഈ കോർപ്പറേഷനിലെ പ്രതിപക്ഷം എന്ന നിലയിൽ, പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ നഗരസഭയിലെ ഈ മാലിന്യ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് മിക്ക കൗൺസിലിലും സംസാരം കൂടുതലും, അതുപോലെ നിർദ്ദേശങ്ങളും സംസാരങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഈ അടിയും ബഹളങ്ങളൊക്കെ ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്പെഷ്യൽ കൗൺസിൽ ഞങ്ങൾ വിളിച്ചിരുന്നു.
അത് അവതരിപ്പിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു സമയം പോലും അനുവദിക്കാതെ മേയർ അവിടെ ആസൂത്രിതമായി ഡെപ്യൂട്ടി മേയറെ കൊണ്ട് നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും സ്മൃതി ഇറാനി പരാജയപ്പെട്ടതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് ഞങ്ങളെ ആക്കാൻ വേണ്ടിയിട്ട് ചർച്ചകൾ കൊണ്ടത് അവരുടെ അജണ്ടയായിരുന്നു. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് ആ സ്പെഷ്യൽ കൗൺസിൽ അവസാനിപ്പിച്ചു. ഒരു ചർച്ചയും നടന്നില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ രാഷ്ട്രീയ അതിപ്രസരം തന്നെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളതെന്ന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സുന്ദര നഗരം എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ ചാനൽ അനിൽ നമ്പറെ പോലുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ തിരുവനന്തപുരം നഗരം മൊത്തം ഒന്ന് ഇറങ്ങി നോക്കണേ. എൻ്റെ ഒരു ഭാഷത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചാക്ക് നഗരം സുന്ദര നഗരമാണ്. എല്ലാ പ്രദേശവും ചാക്കിന് ചവറുകൊണ്ട് കെട്ടി വെച്ചിരിക്കുക. പോയി നോക്കിക്കാണാം, തിരുവനന്തപുരം മൊത്തം അത് തന്നെയാണ്. 100 വാർഡുകളിലും അത് തന്നെ ചാക്ക് നഗരം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കാരണം പാവപ്പെട്ട തൊഴിലാളികൾ അവർക്ക് എടുക്കുന്ന വേസ്റ്റ് അല്ലെങ്കിൽ ചവറോ കളയാൻ സ്ഥലമില്ല. അവരെന്ത് ചെയ്യുന്നു? ചാക്കിൽ കെട്ടി പല സ്ഥലങ്ങളിൽ വയ്ക്കുന്നു. ഇപ്പോൾ സ്കൂൾ ഉള്ള സമയങ്ങളാണ്. കുട്ടികൾ നടപ്പാതെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇഴജന്തുക്കൾ കുട്ടികളെ ആക്രമിക്കാനുള്ള സാഹചര്യമാണ് ഈ ചാക്കിൽ കൂടെ ഉണ്ടാകുന്നത്. ഞാനിത് വെറുതെ പറയുന്നില്ല. നഗരം മൊത്തം പ്രദർശനം നടത്തി നോക്കണം. ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ രീതിയിൽ യാതൊരു രീതിയിലുള്ള കാഴ്ചപ്പാടുമില്ലാതെ ഇത്തരത്തിൽ ഞങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ അത് BJP ഞങ്ങൾക്കെതിരെയാണ്, ഞങ്ങളെ രാജിവെപ്പിക്കാനാണ്, ഞങ്ങൾക്ക് ഇവരെ ഒന്ന് രാജിവെപ്പിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് നല്ലൊരു ഭരണം, ഈ പറയുന്ന 10 ലക്ഷത്തിലധികം വരുന്ന തിരുവനന്തപുരത്തെ ജനങ്ങളുടെ അവരുടെ ജീവിതത്തിന് സുരക്ഷിതമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേ എപ്പോഴും പറയാറുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പഴയ രോഗങ്ങൾ, ഇപ്പോൾ തന്നെ കോളറ തിരികെ വന്നു തുടങ്ങി, മന്ദരോഗം തിരികെ വന്നു തുടങ്ങി. ഇതിനാരാ ഉത്തരവാദി? ആരാണ് ഇതിന് ഉത്തരവാദി? ഈ പോയ അസുഖങ്ങൾ, മാരകമായ രോഗങ്ങൾ തിരികെ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഈ കോളറയുടെയും കൊതുകുകളുടെയും നടുവിലാണ് ഇനിയിപ്പോൾ കേരളീയ സംഘടിപ്പിക്കാൻ പോകുന്നത്. ഒന്ന് നോക്കിയേ. അല്ല, അതിനൊക്കെയാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആമ എഴിഞ്ഞാൽ തോടിക്കൂടെ ഈ ആമയിടയും പോലെ വെള്ളം പോവുകയാണെങ്കിൽ ഇവർ ഈ പറഞ്ഞ മുയൽ ഓടുന്ന വേഗത്തിൽ സാമ്പത്തികം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. കുറേ ഉപദേശ സമിതികളുണ്ട്, ശുചിത്വ മിഷൻ അങ്ങനെയുള്ള കുറേ, ഇതെല്ലാം റിട്ടയറായ കുറേ ഉദ്യോഗസ്ഥരെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ സമിതികളാണ്. യാതൊരു ഫലവും ഇല്ല. ആ സമിതികളുടെ അഡ്വൈസ് എനിക്ക് ഡോക്ടർ ജയരാജ് സാറിന് പറയാണ്. സാർ നേരത്തെ പറഞ്ഞു സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് അവയർനെസ്. സാർ ദയവ് ചെയ്ത് ഈ മേയർ ഉൾപ്പെടെയുള്ള ഭരണസമിതിക്ക് അവയർനെസ് കൊടുക്കാൻ സാർ തയ്യാറാവണം. എനിക്ക് വളരെ വിനീതമായ ഒരു അപേക്ഷയാണ്. അങ്ങനെയെങ്കിലും ഒരു കണ്ണു തുറന്ന ഒരു കാഴ്ചപ്പാടുള്ള പ്രവർത്തനം നഗരം BJP 35 കൗൺസിൽ 34 കൗൺസിലർമാർ ഉള്ളതുകൊണ്ട് BJP ഞങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ അവരെ ഒരു ശത്രുക്കളെ പോലെ കണ്ടുകൊള്ള മനോഭാവമാണ് നഗരസഭ കൗൺസിലും മറ്റുമൊക്കെ ഈ മേയർ സ്വീകരിക്കുന്നത്. ആരാണെന്നറിയില്ല മേയർക്ക് അഡ്വൈസ് കൊടുക്കുന്നത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കൊന്നേ പറയാം, ഞാൻ ആദ്യം സൂചിപ്പിച്ചാൽ 10 ലക്ഷത്തിലധികം വരുന്ന ജനസമൂഹത്തോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാകും. അത് എന്ത് കാര്യം ഭരണസമിതി ചെയ്യുന്ന നല്ല കാര്യം നിങ്ങളുണ്ട്. അല്ല, ആരോഗ്യകരമായ ജീവിതം പ്രദാനം ചെയ്യുക, തീർച്ചയായും അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുക, അത് മാത്രം മതി. അതെ. ഇപ്പൊ സംസ്ഥാന സർക്കാർ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലീനും അല്ല ഗ്രീനും അല്ല. അതെ. ഇപ്പോൾ ഒന്നും അല്ലാത്ത അവസ്ഥയിലെ ശ്രീ സതീഷ് ഗോപി, എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ? ഒരു മാറ്റം തീർച്ചയായിട്ടും അനിവാര്യമാണ് എന്നേ എനിക്ക് പറയാനൊക്കെ ഉള്ളൂ. മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ മാറുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1972 ഇന്ത്യയിലെ ഭാരതത്തിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരമെന്ന് അവാർഡ് കിട്ടിയ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. കോർപ്പറേഷനിലെ ആൾക്കാർക്കറിയാം. അത് എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻ ഓഫീസിനകത്ത് വെച്ചിട്ടുണ്ടാവും. 1972 ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വ നഗരം തിരുവനന്തപുരം. ആ നഗരത്തിനെക്കുറിച്ചാണ് നമ്മൾ ഈ 1 മണിക്കൂറായി ചർച്ച ചെയ്യുന്നത്. ആദ്യം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. തിരുവനന്തപുരത്ത് തമ്പാനൂർ ഇറങ്ങുമ്പോൾ മൂക്കും പൊത്തി നടക്കേണ്ട സ്ഥിതി ഇതൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. കൊച്ചിയായി എന്ന് പറയുന്ന ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ഒരാൾ മൂക്കിലോട്ട് ശ്വാസം വലിച്ച് കയറ്റി ഒരു സ്മെല്ല് വരുന്ന പോലെ ഒരു ആക്ഷൻ കാണിച്ചിട്ട് കൊച്ചിയായെന്ന്. അതേപോലെ എൻ്റെ തിരുവനന്തപുരം ആ നിലവാരത്തിലേക്ക് താണുപോയി. എനിക്കുടനെ നമുക്ക് വിഷമിക്കുകയാണ് മനസ്സുകൊണ്ട്. നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ മക്കളാണ്. നമ്മൾ ഈ തിരുവനന്തപുരത്ത് ജനിച്ചു, പല സ്ഥലത്തും ഔദ്യോഗികമായിട്ട് ജോലി ചെയ്തെങ്കിലും ഈ തിരുവനന്തപുരത്തെ അത്രയേറെ ഇഷ്ടപ്പെട്ട് തിരുവനന്തപുരത്ത് തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളും ഞങ്ങൾ. തിരുവനന്തപുരത്തെ അത്രയേറെ സ്നേഹിക്കുന്നു, ഉള്ളിൽ കൊണ്ട് നടക്കുന്നു. ഈ തിരുവനന്തപുരത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിലേറെ വിഷമിക്കുന്ന ഒരാളാണ്. അപ്പോൾ തിരുവനന്തപുരത്തിൽ ഈ പറഞ്ഞത് വളരെ ശരിയാണ്. ഉള്ളൂർത്തോടോ പട്ടംതോടോ പോകുന്ന സ്ഥലങ്ങളിൽ, അത് ഉള്ളൂർത്തോട് എടുത്തു പറയേണ്ടത്, ഉള്ളൂർ ജംഗ്ഷൻ എത്തുന്നവരെ അതിന് യാതൊരു മാലിന്യങ്ങളും ഉണ്ടാകുന്നില്ല. ആ ഉള്ളൂർ തൊട്ട്
അത് തിരിച്ച് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ആ വെള്ളത്തിൻ്റെയൊക്കെ കളറ് മാറി സ്മെല്ല് വന്ന് നാശമാവുന്നു. എന്തുകൊണ്ടാണ്? ഇതിനിടയിലാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന ഒരു ഓട ഇതിൽ വന്ന് ചേരുന്നത്. ഇതിനിടയിലുള്ള ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ വേസ്റ്റ് ഇതിലേക്ക് തുറന്നു വിടുന്നു. അത് ഏറ്റവും ഗുരുതരമായ കാര്യമെന്ന് പറയുന്നത്, മഴ പെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ഡ്രെയിനേജിൽ ഒരു കളക്ഷൻ സെൻ്ററുണ്ട്. മുൻപ് നമ്മുടെ കോസ്മോപൊളിറ്റൻ ആശുപത്രിയുടെ തൊട്ടടുത്ത്, അവിടെ നിന്നുള്ള വേസ്റ്റ് ഈ തോട്ടിലേക്ക് തുറന്നു വിടും. ആ വേസ്റ്റ് തോട്ടിലേക്ക് തുറന്നു വിടുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കരയിൽ, രണ്ട് കരയിലും താമസിക്കുന്നവർക്ക് മൂക്ക് പൊത്താതെ ഇരിക്കാൻ ഒക്കില്ല. അതായത് ഏറ്റവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. നഗരത്തിലെ പിന്നീട് ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ കൂടെ നമ്മൾ ഡ്രെയിനേജ് കളക്ട് ചെയ്തിട്ട് അതിനെ കലക്കി പിന്നീട് പമ്പിംഗ് സ്റ്റേഷനിലോട്ട് അടിക്കണം. ഏത് പാറ്റൂരുള്ള പമ്പിംഗ് സ്റ്റേഷനിലോട്ട് അടിക്കണം. അതുവരെയുള്ള പൈപ്പ് ശരിയായ രീതിയിൽ വരാത്തതുകൊണ്ട് ഇതിനെ അതിലോട്ട്, ആ തോട്ടിലോട്ടാണ് തുറന്നു വിടുന്നത്. അപ്പോൾ പിന്നെ അത് ഞങ്ങളൊരു വലിയ പ്രശ്നവും ബഹളവും ഒക്കെ ഉണ്ടാക്കി അതിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുന്നു. ചെയ്യാതിരിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാനേ ഒക്കെ ഉള്ളൂ. ഈ തോട്ടിലിറങ്ങി നിൽക്കുന്നവരെ, ഈ പഴവങ്ങാടി തോട്ടിൽ ഇപ്പോൾ ഇറങ്ങി നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഈ കാഴ്ച, ഈ ആൾക്കാർ ഇറങ്ങി നിൽക്കുന്ന വെള്ളം എത്രമാത്രം മലിനപ്പെട്ടതാണെന്ന് ആലോചിച്ച് നോക്കുക. അവർ കഴുത്തറ്റം മുങ്ങി നിൽക്കുകയാണ്. ഇനിയും താഴ്ന്നാൽ മാത്രമേ ഇതിനകത്ത് അവർക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതും ഓക്സിജൻ ഇല്ല അതിനുള്ളിൽ. കാഴ്ചശക്തി പരിമിതമാണ്. അതേ കാഴ്ച, നമ്മൾ ദൂരക്കാഴ്ച പരിമിതമാണ്. ഇതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ പിന്നീട് ആഗർ പമ്പ്സ് ഉണ്ട്, പിന്നെ ഹൈ പ്രഷർ ആഗർ പമ്പ്സ് ഉണ്ട്, റിമോട്ട്ലി കൺട്രോൾഡ് പമ്പ്സ് ഉണ്ട്. ആ ആഗർ പമ്പിംഗ് സിസ്റ്റം വെച്ചിട്ട് ഇതിനെയൊക്കെ എടുക്കാം. പക്ഷേ ഒരാൾ അതിനകത്ത് സക്ക് ചെയ്തെടുക്കാൻ പറ്റും. സക്ഷൻ പമ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഒരാൾ അകപ്പെട്ടതിന് ശേഷം ആ പമ്പിനെ കൊണ്ടുവന്ന് വെക്കാൻ നോക്കില്ല. കാരണം ഏതെങ്കിലും കാരണവശാൽ അയാൾ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ അത് വലിച്ചെടുത്താൽ അതിനേക്കാളും അപകടമാവും. ഇതുകൊണ്ട് ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യണം. ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഈ വെള്ളത്തിനെ കണ്ണീര് പോലെ ആക്കി ഇതിനകത്തോട്ട് ഒഴുക്കാൻ, അതിനുള്ള എന്താ പറയുന്ന കൺവേർട്ട് ചെയ്യാനുള്ള സിസ്റ്റം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്, ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കാം. മുന്നോട്ട് വരാൻ തയ്യാറുണ്ടോ? കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം ഇതിനകത്ത് ഒഴുക്കാം. ഈ ഒഴുക്കിയ കോടികളുടെ ഒരു പാർട്ട് മാത്രം മതിയാവും ഇത് ക്ലീൻ ചെയ്യാൻ. മാത്രമല്ല ഇതിനകത്തോട്ട് ഡ്രെയിനേജ് കടത്തിവിടുന്നവരെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തണം. അതായത് അവർക്ക് സെപ്റ്റിക് ടാങ്കും അതുപോലെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ഡ്രെയിനേജ് ഡയറക്റ്റായിട്ട് തുറന്നു വിടാനായിട്ട് സമ്മതിക്കരുത്. പട്ടത്ത് നടന്ന ഒരു സംഭവം കൂടെ ഞാൻ പറയാം. പട്ടത്ത് ഒരു വലിയൊരു ഫ്ലാറ്റ് കെട്ടി, ഏത് ഫ്ലാറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫ്ലാറ്റ് കെട്ടിയിട്ട് ആ ഫ്ലാറ്റിൽ വരുന്ന ആ വലിയ പാർപ്പിട സമുച്ചയത്തിൽ വരുന്ന വേസ്റ്റ് വാട്ടർ ഭൂമിക്കടിയിലൂടെ ഇട്ട് മരപ്പാലം എന്ന സ്ഥലത്തൊരു പാലം ഉണ്ടല്ലോ ഇതിന് ക്രോസ് ചെയ്ത്, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഡയറക്റ്റായിട്ട് തോടിൽ വിടുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞു മരുതൻകുഴിയിലെ കാര്യം പറഞ്ഞു. എനിക്കൊന്ന് ഡോക്ടർ ജയരാജ് സാറാണ് പറഞ്ഞതെന്ന് തോന്നുന്നു മരുതൻകുഴിയിലെ കാര്യം. ഒരു വാട്ടർ ബോഡിയിൽ നിന്നും 50 മീറ്ററെങ്കിലും മിനിമം പിന്നീട് KMBR റൂൾ അനുസരിച്ചിട്ട് മാറ്റിയേ മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് വയ്ക്കാവൂ. ആ മരുതൻകുഴിയിൽ ഈ കിള്ളിയാറിനോട് ചേർന്ന് എത്ര ഹൈ റൈസ് ബിൽഡിംഗ് ഉണ്ടെന്നറിയാമോ? അതിൻ്റെ എല്ലാം വേസ്റ്റ് എവിടെ പോകുന്നു? അവിടെ ഇത് വളരെ മലിനമായ രീതിയിൽ അവിടെ വെള്ളം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, കിള്ളിയാറ് പണ്ട് ആൾക്കാർ കുളിച്ചുകൊണ്ട് നിന്നാണ്. ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്ത് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് 5 or 6 വയസ്സുള്ളപ്പോൾ ഞാൻ ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്തൊരു വീട്ടിലാണ് ജനിച്ചു വളർന്നത്. അവിടെ പോയി കുളിച്ചിട്ടുണ്ട്, കിള്ളിയാറിൽ പോയി കുളിച്ചിട്ടുണ്ട്. ഇന്ന് കിള്ളിയാറിൽ പോയി കുളിക്കാൻ പറ്റുമോ? അപ്പം ജയരാജ് സാറാണെന്ന് തോന്നുന്നു എനിക്ക് പറഞ്ഞത്. അവിടെ പിന്നീട് നമ്മുടെ ഈ ഭാഗത്ത് കിള്ളിയാറിൻ്റെ ആ സൈഡിൽ കൂടെ പോകുമ്പോൾ, മരുതൻകുഴി ഭാഗത്ത് സൈഡിൽ കൂടെ പോകുമ്പോൾ വളരെ സഹിക്കാനാവാത്ത സ്മെല്ലാണെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടുത്തെ ഹൈ റൈസ് ബിൽഡിങ്ങുകളെല്ലാം പരിശോധിക്കണം, അതിൻ്റെയൊക്കെ ഡ്രെയിനേജ് സിസ്റ്റം പരിശോധിക്കണം. കോഴയും കമ്മീഷനും വാങ്ങി പോക്കറ്റ് നിറക്കുകയല്ലേ? അതെ. പിന്നീട് പട്ടത്ത് ഞാൻ ഈ പറഞ്ഞ ഫ്ലാറ്റിൻ്റെ അടുത്ത് അവിടെ പിന്നീട് ഒരു പ്രക്ഷോഭം ഉയർന്നപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കാര്യം ശരിയാണ്. താൽക്കാലികമായി അടച്ചു എന്നൊക്കെ കാണിച്ചു. വീണ്ടും അതിൽ ആ തോട്ടിൽ തന്നെയാണ്, അതായത് പട്ടം തോട്ടിൽ തന്നെയാണ് അതിൻ്റെ കംപ്ലീറ്റ് പോകുന്നത്. നമുക്ക് ചുരുക്കം സമയം അതിക്രമിച്ചിരിക്കുന്നു. യെസ്, കൺക്ലൂഡ് ചെയ്യാൻ താങ്കൾക്ക്. അപ്പോൾ എന്തായാലും
ചെയ്യാൻ പറ്റും അല്ലേ? മനുഷ്യസാധ്യമാണ്. തീർച്ചയായും. ഓക്കെ ഓക്കെ. തിരുവനന്തപുരത്തിന് ഒരു MP ഉണ്ട്. ഇപ്പം നോക്കൂ, ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരു മനുഷ്യൻ, ഒരു തൊഴിലാളി, അദ്ദേഹം നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം 40 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. MP-യുടെ പൊടി പോലും ഇല്ല. ഇദ്ദേഹത്തെയാണ് തിരുവനന്തപുരത്തുകാർ വിജയിപ്പിച്ച് വീണ്ടും പാർലമെൻറ്റിലേക്ക് അയച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ നരകജീവിതമാണ് തിരുവനന്തപുരം നഗരവാസികൾ നയിക്കുന്നത്, അതിലൊരു സംശയവുമില്ല. തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിലെ നഗരങ്ങളെല്ലാം മാലിന്യ നിർമ്മാർജ്ജനത്തിനും മാലിന്യ സംസ്കരണത്തിനുമാവണം മുൻഗണന നൽകേണ്ടത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾ പൂർത്തിയാക്കണം. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളീയം പോലുള്ള അടിച്ചുപൊളി ആഘോഷങ്ങൾ മാറ്റിവെച്ച് മനുഷ്യജീവന് ആരോഗ്യകരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതും അതുറപ്പ് വരുത്തുന്നതുമായ സംവിധാനങ്ങൾക്കായി പണം ചെലവഴിക്കണം. നാം ജീവിക്കുന്ന ചുറ്റുപാട് മലീമസമാക്കാതിരിക്കാനും മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയാതിരിക്കാനുമുള്ള സിവിക് സെൻസ് അഥവാ പൗരബോധം അത് നാട്ടുകാർ കാണിക്കുകയും ചെയ്യണം. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.